ഉണക്ക ചെമ്മീൻ കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചമ്മന്തി ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റുമായിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം ഉണക്ക ചെമ്മീൻ കുറച്ച് നമുക്കൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഇതുപോലെ ഒരു 1/2 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചെമ്മീൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചമ്മന്തി ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങയോ നമ്മൾ എത്രത്തോളം തേങ്ങ എടുക്കുന്നോ അത്രത്തോളം തന്നെ ക്വാണ്ടിറ്റി ചെമ്മീൻ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റും മണമൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. തീ ഒന്ന് ലോയിലാക്കി ഇട്ട ശേഷം മാത്രമേ വറുക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകരുത്. ഇത് വറുത്തെന്ന് മനസ്സിലാവുന്നത് അത് മൂക്കുമ്പോൾ നല്ല മണവും വരും, അതുപോലെ തന്നെ ആ ചെമ്മീൻ്റെ കളറൊന്ന് മാറി വരും. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മണമൊക്കെ വന്നു തുടങ്ങി, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. ഇനിയിപ്പോൾ കൂടുതൽ തീയിൽ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ കുറച്ചുകൂടെ അതൊന്ന് മൂക്കും. ഇപ്പം നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് തുടങ്ങാം. ഞാൻ അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് ആദ്യം ചെമ്മീൻ ഇട്ട് കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, കാരണം ചെമ്മീൻ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെമ്മീൻ ഇടാം. അപ്പോൾ ചെമ്മീൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഇട്ട ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ കപ്പിന് 1/2 കപ്പ് ചെമ്മീനാണ് ഞാൻ വറുത്തെടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് 1 കപ്പ് തേങ്ങ ഞാൻ എടുക്കുകയാണ്. ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ചെമ്മീനായതുകൊണ്ട് ചിലപ്പോൾ വയറിനൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇഞ്ചി നല്ലതാണ്, അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 പച്ചമുളക്. പച്ചമുളകിന് വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്തത്. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 തണ്ട് കറിവേപ്പില ചേർക്കുകയാണ്. കറിവേപ്പിലയൊക്കെ തണ്ടോടുകൂടി തന്നെ നമുക്കങ്ങ് ചേർക്കാം, അതങ്ങ് അരഞ്ഞ് ചേർന്നോളും. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഇപ്പം ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നത്. അധികം എരിവില്ല, കളറ് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഇനി ഇത് ഇത്രയും നന്നായിട്ട് ചമ്മന്തിയുടെ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചമ്മന്തി കുറച്ച് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് ഒരു ചെറിയ വലുപ്പത്തിൽ പുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളി ആദ്യം ചേർത്താലും മതി, ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയി, അതാണ് ഞാനിപ്പോൾ പുളി ചേർത്തത്. ഇപ്പോൾ ഈ പുളിയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഒന്നും കൂടെ ഇത് അരച്ചെടുക്കാം. ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ വളരെ ടേസ്റ്റുമാണ്, ചോറൊക്കെ കഴിക്കാൻ നല്ലൊരു ചമ്മന്തിയാണിത്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.